തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം അനുവദിക്കുന്ന ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെട്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രവിക്കാൻ സമയം കണ്ടെത്തുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. നാളുകളായി നാം ഈ ദൈവവചനം, ഈ വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷ പൗർവിഷനിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചെന്നെത്തുന്നു. ദൈവത്തിൻ്റെ മനോഹരമായ നടത്തിപ്പുകൾക്കായി ദൈവത്തെ ആയിരം സ്തുതിച്ചുകൊണ്ട് വീണ്ടും വിനയപ്പെടുന്നു. തിരുനാമം മഹത്വപ്പെടേണ്ട കർത്താവെ, പിന്നെയും കൃപയും വരവും തരണേ. സ്വർഗീയ ജ്ഞാനത്തോടെ പരിശുദ്ധാത്മശക്തി കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കഴിയുന്നിടത്തോളം പേര് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ പിന്നെയും ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ 4 ദിവസം താമസിച്ചാലും നിശ്ചയമായും ദൈവം മറുപടി തരും. അങ്ങനെ അനേകരുടെ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ പ്രവർത്തിക്കേണ്ടത് ഉടനെ പ്രവർത്തിക്കും, അല്പം താമസിക്കേണ്ടത് അല്പം താമസിക്കും. എന്നാലും ദൈവം ഉത്തരം തരുന്ന ദൈവമാക്കട്ടോ. അതുകൊണ്ട് ധൈര്യപ്പെട്, ആരും നിരാശപ്പെട്ടു പോകല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ കണ്ണുകടയ്ക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീ ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയല്ലോ, നന്ദിയുണ്ട് കർത്താവേ, നന്ദി. പിന്നെയും മുന്നോട്ട് അനുഗ്രഹകരമായ രീതിയിൽ ശക്തിയോടെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ നിന്റെ കൃപ പിന്നെയും വേണം കർത്താവേ. നിന്റെ വിലയേറിയ മക്കളെ വചനം മൂലമൊക്കെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ആരോഗ്യം, ബലം, ദൈവകൃപ, സ്വർഗീയ ജ്ഞാനം, പരിശുദ്ധാത്മശക്തി തന്നു സഹായിക്കും. കൃപ കൂടെ ഇരിക്കണം. നീ മുതൽ കൂട്ടായി തീരണം. എല്ലാ ശിഷ്ടത്തെയും ദൈവാത്മാവ് അനുഗ്രഹിച്ച് നിർത്തണം. ഹല്ലേലൂയ, സ്തോത്രം. കൃപ കൂടെ ഇരിക്കണമേ. ജീവിതങ്ങൾക്ക് വിടുതലായി തീരട്ടെ. വചനം കേൾക്കുന്നവരെ ദൈവാത്മാവ് സ്പർശിച്ച് വിടുവിക്കണം. കൃപ കൂടെ ഇരിക്കണം. മഹത്വം കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നാം ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ മണിക്കൂറുകളിൽ നാം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കേവലം ഒറ്റ വാക്ക്, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ഹല്ലേലൂയ, ആമേൻ. വിവിധമായ മേഖലകളിൽ അതേക്കുറിച്ച് ചിന്തിച്ചു വരികയാണ്. തീരമായി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒക്കെ എപ്പിസോഡുകൾ നിങ്ങൾ വീണ്ടും യൂട്യൂബിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. യൂട്യൂബിൽ വേർഡ് ഇൻ പവർ, WORD, വേർഡ് ഇൻ പവർ, വചന ശക്തിയിൽ എഴുതിയിട്ട് ഡോക്ടർ ജോർജ് വർഗീസ് എന്നുകൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ആ മെസ്സേജസൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അത് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാനും ദൈവസന്നിധി ക്രമപ്പെടുത്താനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ മണിക്കൂറുകളിൽ ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ പ്രകാശം എന്ന വേദവചനം, അതിനോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ മേഖലകളിൽ കർത്താവ് പറഞ്ഞൊരു മനോഹരമായ വചനം കൂടെ ഒന്നിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അത് നാലൂടെ ചേർത്ത് വായിക്കാം. എന്താ വാക്യം? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ജീവനിങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്ര, ഇത് കണ്ടെത്തുന്നവരും ചുരുക്കം. എന്താ പറഞ്ഞേ? ഇടുക്കുവാതിൽ, ഇടുക്കവും ഞെരുക്കമുള്ള വാതിൽ, ദൈവരാജ്യത്തിലൂടെ കടക്കാനുള്ള വാതിൽ. നമുക്കറിയാം, എവിടെയെങ്കിലും ഒന്ന് കടക്കണമെങ്കിൽ, ഒരു ഓഫീസിൽ ചെല്ലണമെങ്കിൽ, ഒരു ബിൽഡിങ്ങിൽ കയറണമെങ്കിൽ, ഒരു പ്ലെയിനിൽ കയറണമെങ്കിൽ ഒക്കെ ഒരു വാതിലിൽ കൂടെ കയറുന്നത് അല്ലേ? അല്ല, എല്ലായിടത്തൂടെയും പ്രവേശിക്കാനൊക്കെ. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരു വാതിലുണ്ട്. അല്ല, ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ആ വാതിൽ കിടക്കണമെങ്കിൽ അതൊക്കെ ഇച്ചിരി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. ഞെരുങ്ങിയൊക്കെ കയറും. ആരാ ഇതിന് പോകുന്നതല്ലേ? അതുകൊണ്ട് അവിടെ വായിച്ച് കടക്കുന്ന ഒരു ചുരുക്കമാണെന്ന് പറയാൻ കാരണം സ്ട്രെയിൻ ചെയ്യാൻ മനസ്സില്ല. എന്നാൽ അപ്പുറത്ത് വലിയൊരു വാതിലുണ്ട്. ഏതാ? വിശാലമായൊരു വാതിൽ.
അതും പരിശുദ്ധാത്മാ കർത്താവിൽ കൊടുത്ത കർത്താവ് തന്നെ പറഞ്ഞ കേട്ടോ. ഇത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ, പക്ഷെ ബ്രോഡ് വേ. അതിൽ കൂടെ കടക്കാൻ ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ രണ്ട് വഴികളെ കുറിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ദ വേ ടു ഹെവൻ ആൻഡ് ദ വേ ടു ഹെൽ. അല്ലേ? ദ വേ ഓഫ് ലൈഫ് ഈസ് നാരോ, ലോൺലി ആൻഡ് കോസ്റ്റ്ലി. പിന്നെ ബട്ട് വി ക്യാൻ വാക്ക് ഓൺ ദ ബ്രോഡ് വേ with our baggages of sin and worldliness. ഇടുക്കുവാതിലെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഒരാൾക്ക് തന്നെ കടന്നു പോകാനെങ്കിൽ പിന്നെ കൈ എന്തെങ്കിലും കൊണ്ടുപോയാൽ പറ്റുമോ? പക്ഷെ വിശാലമായ വഴി നമ്മുടെ പാപത്തിൻ്റെ സഞ്ചി, ലോകത്തിൻ്റെ സ്നേഹവും ഒക്കെ അതിനകത്തൂടെ കൊണ്ടുപോകാൻ സ്ഥലമുണ്ട്. അതാ പറഞ്ഞത്. ഇടുക്കുവാതിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. Because you are a set of separated people. വേർതിരിക്കപ്പെട്ട ജനം. അതുകൊണ്ട് നിനക്കിതൊന്നും കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. ലോകം ജഡം പിശാച് എന്നുമ്പേ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞ എപ്പിസോഡ്. അപ്പം അതില്ലാത്തൊരു ജീവിതമാണ് കർത്താവ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാരോ ഗേറ്റിൽ കൂടെ അല്ലെങ്കിൽ ഇടുങ്ങിയ വഴി കൂടെ കയറണമെങ്കിൽ മുമ്പേ പറഞ്ഞൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം. പാപത്തിൻ്റെ ബാഗേജ്, ആ ബ്രൂട്ട് കേസും ബീഫ് കേസും പാപത്തിൻ്റെ കട്ടികൾ അതുണ്ടല്ലോ, പിന്നെ ലോകത്തിൻ്റെതായ താല്പര്യങ്ങളും ഒക്കെ അങ്ങ് വിട്ടേച്ച് ഈ നാരോ ഗേറ്റിൽ കൂടെ ഇടുക്കുക, അതിൽ കൂടെ കടക്കാനൊക്കത്തുള്ളൂ. അതിനാണ് ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന് സ്തുതി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈവൻ ടുഡേ ഇന്നത്തെ ഒരു പ്രശ്നം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. മെനി പീപ്പിൾ ഹു സേസ് ദാറ്റ് ദേ ട്രസ്റ്റ് ഇൻ ജീസസ്, അവരെന്താ സംഭവിക്കുന്നത്? റോഡ് വേ ഒക്കെ വിട്ടെന്ന് പറഞ്ഞെങ്കിലും കയ്യിലുള്ള ഈ സഞ്ചിയൊന്നും വിട്ടിട്ടില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ ആ വിശപ്പും അതിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനോട് ചേർന്നുള്ള എല്ലാ പല കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. പക്ഷെ എന്നെത്തും അവിടെ കയറാൻ ഒക്കുമോ? ഇതിലൂടെ ലളിതമായി പറഞ്ഞാൽ അങ്ങ് പകുതി ഭക്തിയും പകുതി ലോകവുമായി ജീവിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കടക്കാൻ ഒക്കത്തില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി. ഈ ലൂക്കോസിന് വിശേഷിച്ച് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീനെന്ന റസൽ ഈസി അല്ല പ്രിയരെ. ഭക്തന്മാരൊന്ന് പേരുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവപ്രമാണങ്ങളുടെ വഴിയിൽ ജീവിതം ക്രമപ്പെടുത്തണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് റെവലേഷൻ, അതായത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8 ഇങ്ങനെ കാണുന്നുണ്ട്. എന്തുവാ? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല. കേട്ടോ? ചുരുക്കി പറഞ്ഞാൽ ദൈവപ്രമാണങ്ങളുടെ മുഖത്ത് ജീവിതം ക്രമപ്പെടുത്താതെ നാമതേ ഭക്തിയിൽ ജീവിക്കുന്നവരാരും ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്നേ. ഇടുക്കുവാതില. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ എന്ന് ഭക്തൻ പാടി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇടയ്ക്ക് വായിക്കണം കേട്ടോ. നാമതേ ഭക്തിക്കാരായി തീരല്ലേ. പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ, പിന്നെ ശരിയാകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ബൈബിൾ സേസ് സീക്ക് ഹി ദ ലോർഡ് വെൻ ഹി മേ ബി ഫൗണ്ട്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പേ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കും. അതുകൊണ്ട് ദൈവം തരുന്ന നല്ല സന്ദർഭങ്ങൾ, ദൈവവചനം കേൾക്കാനാകട്ടെ, വായിക്കാനാകട്ടെ, പഠിക്കാനാകട്ടെ, ഒരു മീറ്റിങ്ങിന് പോകാനാകട്ടെ, ഒക്കെ ദൈവം തരുന്ന സന്ദർഭങ്ങൾ, ടെലിവിഷനിൽ കൂടെ ആകട്ടെ, ഒക്കെ തരുന്ന സന്ദർഭം പ്രയോജനപ്പെടുത്തണം കേട്ടോ. ബിസിയാന്ന് പറയല്ലേ.
ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ്, അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി ജീവിക്കാൻ കഴിയട്ടെ. അതുകൊണ്ട് അങ്ങനെയല്ല, പക്ക ഭക്തന്മാരായി ജീവിക്കുക. എന്താ ഇവിടെയാണ് വെളിപ്പാട് പുസ്തകം 3:14 വരുമ്പോൾ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്ന വചനമുണ്ട്. എന്തോന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലേ? അതിങ്ങനെ പറയും, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശീതോഷ്ണവാനാകയാൽ എന്തുവാ, ഞാൻ നിന്നെ ഉമിണ്ണുകളയും. ഐ വിൽ സ്പ്യൂ യു ഔട്ട് ഓഫ് മൈ മൗത്ത്. ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന്. ഇത്ര ഭയങ്കരമാ. ഭക്തന്മാരെ, എല്ലാ ബഹുമാനത്തോടും ഞാൻ പറയട്ടെ, ഭക്തനാണേ ഭക്തനായി ജീവിച്ചോണം. പകുതി ഭക്തിയും പകുതി കാപട്യവുമായി ജീവിക്കരുതേ. ദൈവം വിടത്തില്ല, ദൈവം തുപ്പിക്കളയും. അതിനിടയാകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുന്നതിന് കറക്ഷൻസിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഒരു സമയം കൂടെ തരുന്നത് കേട്ടോ. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്നാൽ ഭക്തന്മാരെ മനസ്സിലാക്കണമേ, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താ അർത്ഥം എന്നറിയാം? ആർക്കും അങ്ങ് കയറി പറ്റാവുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈ ദൈവരാജ്യം. വളരെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഓരോ ചുവടും. അതുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുന്നു. 1 കൊരിന്ത്യർ 6:9 മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോട് ചേർന്നൊരു വലിയ സത്യം. എന്താ? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് അറിയുന്നില്ലയോ? അന്യായം എന്തോ അന്യായം എന്നറിയാം. അതിന് താഴെ എഴുതിയേക്കുക, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണാടക്കാരൻ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കേട്ടോ? ഇത് ഓരോന്നും വിശദീകരിച്ചാൽ എത്ര മണിക്കൂർ എടുക്കേണ്ടി വരും? ജസ്റ്റ് ഒന്ന് വീട്ടിൽ വായിക്കണേ ഈ വചനം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി ഒരു നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ ഡീസലോ പെട്രോളോ ഉള്ള അതിൻ്റെ ആ സൂചി താണുമ്പോൾ എന്തോ ചെയ്യും? നമ്മൾ അടുത്ത പെട്രോൾ പമ്പിൽ കയറി അടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവവചനത്തിൻ്റെ സൂചി നമ്മളെ ചിലത് കാണിക്കുക. കറക്റ്റ് ഇറ്റ് അറ്റ് ദ നിയറസ്റ്റ് സ്റ്റേഷൻ. ക്യാൻ യു ഡു ദാറ്റ്? എങ്കിൽ അനുഗ്രഹിക്കപ്പെടും. ഇല്ല, അങ്ങനെ അങ്ങ് പോയാൽ ചെന്ന് അപകടത്തിൽ ചാടും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ. അതിനുവേണ്ടി പറയുക കേട്ടോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ വചനത്താലും യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ ആത്മാവിനാലും കഴുകലും വിശുദ്ധീകരണവും പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ വാതിലിൽ കൂടെ കടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ കഴിയുമോ? ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതിൽ കൂടെ കടക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനെ കേൾക്കുന്നവർ അവരവിടെ ഇരുന്നുകൊണ്ട് ഉള്ളത്തിൽ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേരെ. കർത്താവേ, ഈ വലിയ മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ, തെരഞ്ഞെടുത്തല്ലോ. തെരഞ്ഞെടുത്തെന്നെ തിരിഹിതം ചെയ്യുവാൻ യോഗ്യത ലേശവുമില്ലാതെ എന്ന് ഭക്തൻ പാടി. അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിച്ചോണം. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവർ കറക്ഷന് വേണ്ടി ശ്രമിക്കണം. എന്താ പിന്നെയും പറയട്ടെ. പൗലോസ് പിന്നീട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം വായിക്കും. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിലതുകൂടെ കൂട്ടി പറഞ്ഞിരിക്കുക. ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ നഷ്ടപ്പെടുത്തുന്ന, അവകാശങ്ങളെ നഷ്ടപ്പെടുത്തുക. ഗലാത്യ ലേഖനം 5:19. എന്താ അവിടെ? ദൈവരാജ്യ പ്രവേശനത്തിന് എതിരായി നിൽക്കുന്ന ചില കാര്യങ്ങളെ വിശുദ്ധ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതിനെ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന പേരിലാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ഒന്നിച്ച് പറഞ്ഞിരിക്കുക. എന്താ അത്? ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, കോപം, ശാഠ്യം, തൊന്നപക്ഷം, അസൂയ, ഭിന്നത, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകും. ശ്രദ്ധിച്ചോ?
എത്ര കൂട്ടമുണ്ട്? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമൊക്കെ ഇല്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോടുകൂടി പറയുന്നു. ശ്രദ്ധിക്കണേ, 15 കൂട്ടം കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അനേകരുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന പാപങ്ങളായത്. സാരമില്ലെന്ന് വിചാരിച്ച് വിട്ടുകളയല്ലേ. അവസാനം വരുമ്പം മുമ്പേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത് വിടുകയാണെങ്കിൽ എത്ര ദുഃഖമായിരിക്കും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയെന്ന് പറയുന്നൊരു അനുഭവമാകരുതേ. ഈ പറഞ്ഞ 15 കൂട്ടം ഇതിലെങ്കിലും ഒന്നും മതി കേട്ടോ ദൈവരാജ്യത്ത് പ്രവേശിക്കും. കറക്ഷൻസ് വരുത്താൻ ദൈവാത്മാവ് ഇടയാക്കട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യ പ്രവേശനം തടയാൻ ഇതിലൊന്നും മതിയെങ്കിൽ എത്ര ഭയത്തോടെ നമ്മൾ ജീവിക്കണം, എത്ര സൂക്ഷ്മതയോടെ. അതോ പൗലോസ് പറഞ്ഞത് വാക്ക് സർക്കംസ്പെക്ട്ലി, സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുവി. ജ്ഞാനം വളരെ ആവശ്യം, കാര്യങ്ങളെ തിരിച്ചറിയാൻ കേട്ടോ. ഏതെങ്കിലും ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന പാപം ഉണ്ടെങ്കിൽ അതിനോട് യാത്ര പറഞ്ഞ് ജയം തരാൻ കർത്താവേ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പാപത്തിനൊരു ശക്തിയുണ്ട്, അതറിയാമോ? നീ എന്നെ വിട്ടാലും ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന പാപമുണ്ട്. അതിപ്പം അത് ഉദാഹരണമൊക്കെ പറയാനുള്ള സമയമില്ല. പണ്ടൊരു പമ്പാ നദിയിൽ 99 വെള്ളപ്പൊക്കത്തിനോറ്റോ ഒരു ഭയങ്കര ഒരു വെള്ളം കളഞ്ഞു വരുമ്പോൾ ഏതാണ്ട് ഒഴുകി വരുന്നു, ഒരു കമ്പിളിക്കെട്ട് എന്നാണ് പറഞ്ഞത്. കരയ്ക്കൊന്നും ഒരുത്തം കണ്ടു, കമ്പിളിക്കെട്ട് ഏതാണ്ട് വലിയ നിധിയാണെന്ന് വിചാരിച്ച് അവൻ ഓടിച്ചെന്ന് പിടിച്ചു. കമ്പിളിക്കെട്ടെ ചെന്ന് പിടിച്ചപ്പോഴാണ് മനസ്സിലായത് കമ്പിളിക്കെട്ടല്ല, അതൊരു കരടിയായിരുന്നു. അപ്പൊ കരയ്ക്ക് ആൾക്കാർ നിപ്പുണ്ട്. അപ്പൊ കരടി ഇവൻ മരണവെപ്രാളത്തില്ല, അതും കയറി ഇവനെ പിടിച്ചു. അപ്പൊ കരയുന്നവര് പറഞ്ഞു, എടാ കിട്ടുന്നില്ലെങ്കിൽ പോരെ. അപ്പം പിടിച്ചോടാ, ഇതൊരു കരടിയാണ്, നീ അതിനെ വിട്ടേച്ചെങ്കിൽ പോരെ. എടാ ഞാൻ വിട്ടിട്ട് എന്നെ വിടുന്നല്ലോ. മനസ്സിലായോ? ചില പാപങ്ങൾ നീ വിട്ടാലും വിടാത്ത പാപമുണ്ട്. പാപത്തിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് കായനോട് ദൈവം പറഞ്ഞു ഉൽപ്പത്തി 4, പാപം നിന്റെ വാതുക്കെ കിടക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. ദൈവമെതിരെ പാപത്തെ കീഴ്പ്പെടുത്താൻ ദൈവം ശക്തി തരും. പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും ശക്തിയുണ്ട്, പ്രാർത്ഥനയിൽ കൂടെ. അതിന് ശ്രമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മുന്നോട്ട് വരുമ്പോൾ പിന്നെയും ദൈവരാജ്യത്തെ തടയുന്ന വിഷയമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10:23. അതെന്തുവാ? സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. ചേട്ടാ, മുമ്പേ പറഞ്ഞതിനേക്കാളൊക്കെ വ്യത്യാസമായ ഒരു കാര്യമാണല്ലോ. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ? ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. യേശു യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രമാണിയെന്നാ പറയും, അവൻ വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നീ നല്ലവനാന്നൊക്കെ പറഞ്ഞു. യേശു, ഞാൻ നല്ലവനാന്ന് എന്നോട് ആര് പറഞ്ഞു? ദൈവമല്ലാതെ ആരും നല്ലവനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഡാഷ് 10 കൽപ്പനയൊക്കെ പറഞ്ഞു. അയ്യോ, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ നിർവഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞു ശരിയാ, പക്ഷെ ഒരു കുറവുണ്ട്. വന്തികേസിലാക്കി എന്നിട്ട് പറഞ്ഞു, നീ പോയി നിനക്കുള്ളത് ഒക്കെ വിറ്റേച്ച് വാ, അപ്പം നിനക്ക് ദൈവരാജ്യത്ത് നിക്ഷേപം ഉണ്ടാകുന്നു. നിങ്ങൾ വായിക്കണേ ആ വേദഭാഗം. മർക്കോസിലും ലൂക്കോസിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവൻ വളരെ സമ്പത്തുള്ളവനായാൽ ദുഃഖത്തോടെ പൊക്കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്ത് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എത്രയും ധനവാനാകുന്നത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു എന്നാണ്. അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞു, സമ്പത്തുള്ളത് ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസമാണ്. ഇത് ഇന്നത്തെ ലോകത്തിലൊരു ചിന്താ വിഷയമല്ലേ? അന്നോ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ധനവാന്മാർക്കാർക്കും സ്വർഗത്തിൽ പാനൊക്കത്തില്ലയോ? ധനം തെറ്റാണോ? പഞ്ഞവാസിയായി ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് ഇന്നത്തെ ധനവാന്മാരെല്ലാം എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു വിഷയമാണ്. ചിന്തിച്ചിട്ടുണ്ടോ?
ഇങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കർത്താവിൻ്റെ അടുക്ക വന്ന ചെറുപ്പക്കാരനെ ഒന്ന് ശ്രദ്ധിക്കാം. മത്തായി 19:22 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ചെറുപ്പക്കാരനാണ്, ഏതോ അധികാര സ്ഥാനങ്ങളിലിരുന്ന ജനം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിൻ്റെ അടുക്ക വന്ന് ഉണ്ടെങ്കിൽ അവന് നല്ല ആത്മീയ താല്പര്യം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നവനാ കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം? ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇവൻ്റെ ഭക്തി സൂപ്പർഫിഷ്യലായിരുന്നു, ഉപരിതലമായ ഭക്തിയുള്ള ആത്മീയ കാഴ്ചപ്പാടില്ലായിരുന്നു. With all his fine qualities, the young man had a superficial vision on the spiritual views, അല്ലെങ്കിൽ അതിൻ്റെതായ മേഖലയിൽ ഒരു ഉപരിതലമായ ചിന്തകളെയുള്ള ആഴത്തിലുള്ള ഹൃദയത്തിൽ നിന്നുള്ള എന്തോന്നില്ലായിരുന്നു. അതാ പറ്റിയത്. ശാലോ ആയിരുന്നു. അവനെ സാൽവേഷൻ, അതിൻ്റെ രക്ഷയെക്കുറിച്ച് ഒരു ഇടുങ്ങിയ ചിന്താഗതിയോ ഉണ്ടായിരുന്നു. അതാണ് പറ്റിയിരിക്കുന്ന തകരാറ്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുക, ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിക്കുക. യഹൂദന്മാരുടെ ഇടയിൽ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഓർപ്പിക്കുക, എന്തെങ്കിലും ചെയ്ത് രക്ഷ പ്രാപിക്കുന്നെന്നുള്ള. യോഹന്നാൻ 6:28 കർത്താവ് ചോദിച്ച കാര്യം പറയുന്നുണ്ട്. ഇന്നും പല മനുഷ്യരിങ്ങനെ ചിന്തിച്ച് ഏതെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ രക്ഷ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ സ്വോത്രാഴ്ച കിട്ടോ, കുറേ കാര്യങ്ങൾ ചെയ്ത്, അതൊക്കെ വേണം, പ്രവൃത്തി വേണം. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ ദൈവവൈതൽ വേണം അത് ചെയ്യാൻ, അല്ലാതെ ചെയ്തിട്ട് ഗുണമില്ല. ചെയ്താൽ ഗുണവുമുണ്ട് കേട്ടോ. ആകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവനാമം മഹത്വപ്പെട്ട്. അപ്പം ഇതെല്ലാം നർത്തനങ്ങളൊക്കെ പ്രമാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എന്നാ പറ്റുന്നുണ്ടായി, എക്സ്റ്റേണൽ ഒബീഡിയൻസേ ഉള്ളായിരുന്നു. ഹൃദയത്തിൻ്റെ ആ പരിച്ഛേദന, ആ മേഖലയിലുള്ള ഒരു വ്യത്യാസം അവനുണ്ടായിരുന്നില്ല. അതാ പറ്റിയത് ദൈവത്തിന്. അതുകൊണ്ടാണ് അത് കർത്താവ് പറഞ്ഞപ്പോൾ കമാൻഡ്മെൻറ്റ്സ് അവൻ അനുസരിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, വിത്ത് ഓൾ ഹിസ് കമൻഡബിൾ ക്വാളിറ്റീസ്, ഈ നല്ല ക്വാളിറ്റീസൊക്കെ അവനുണ്ടായിരുന്നെങ്കിലും ഹിസ് ഹാർട്ട് വാസ് നോട്ട് ഇൻ ലവ് വിത്ത് ഗോഡ്. കർത്താവിനെ സ്നേഹിക്കുന്ന ഹൃദയം അവനില്ലായിരുന്നു. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് എന്തോ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പണം സമ്പാദിക്കുന്നത് അത് നമുക്കുള്ളതോ തെറ്റല്ല. പൊസസിങ് വെൽത്ത് ഈസ് നോട്ട് എ സിൻ. കർത്താവ് അങ്ങനെ പറഞ്ഞുമില്ല, അത് ഓർത്തോണം. മർക്കോസ് 10:24 കുറിച്ച് ഒരു വേദപുസ്തക വ്യാഖ്യാനി എഴുതിയിരിക്കുന്നത്, ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ ദോസ് ഹു ട്രസ്റ്റ് ഇൻ റിച്ചസ് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ പണത്തിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നല്ല സമ്പത്തുള്ളവനെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ പണമല്ല വിഷയം. പണം ദൈവമായി തീരരുത്. പൊസഷൻ ഷുഡ് നോട്ട് ബിക്കം യുവർ ഗോഡ്. ഈ മനുഷ്യന് പറ്റിയത് അതാണ്. ദൈവമാണ് തരുന്നത് നന്മ, അത് അനുഭവിച്ചോ, മറ്റുള്ളവനോട് പ്രയോജനമാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Problem with the young man that he was having no faith. അവന് വിശ്വാസമില്ലായിരുന്നു, അവിടെയാണ് പ്രശ്നം. അവന് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ he was not having a living faith with the living God. ജീവനുള്ള ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. മണി വാസ് ഹിസ് ഗോഡ്. പണമായിരുന്നു അവൻ്റെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്നവരെ, ചെറുപ്പക്കാരനോട് മാത്രമല്ല വചനം പറഞ്ഞിരിക്കുന്നത്, പിന്നെ ലോകത്തെമ്പാടുമുള്ള സകല വിഷയങ്ങളും ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ചോദിക്കട്ടെ, പണം നിൻ്റെ ദൈവമാണെങ്കിൽ, പണത്തിനാണ് നീ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നെങ്കിൽ, ദൈവത്തെക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്നെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിന് വിനയപ്പെടുമോ എന്ന് ചോദിക്കട്ടെ. Anybody who loves money than that of God, he cannot enter the kingdom of God. ഇടുക്കവാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിക്കുക. പലതിനെയും വിട്ടുകളഞ്ഞ്, പലതിനെയും ഉപേക്ഷിച്ച് ദൈവം തന്ന നന്മകൾ ഉപയോഗിക്കാം. നമുക്ക് നന്മ നൽകിയ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവൻ ആ ഭാരത്തിലും വേദനയിലുമായിരിക്കുന്നവനെ കൂടെ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൂടി ഞാൻ ആ ഭാഗം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകൾ ദൈവസന്നിധി വിനയപ്പെടുമോ? കരുണയുള്ള ദൈവമേ കടാക്ഷിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധി പ്രചോദന ചെയ്യാം. താവേ, ദൈവരാജ്യം ഇടുക്കുവാതിലാണല്ലോ. വിശാല വഴി പോയി ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ കരുതലോടെ, അല്പശ്രദ്ധയോടെ, ആമീൻ, ചിലതിനെയൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട്, ആമീൻ, പണത്തോടുള്ള ബന്ധത്തിലും ദൈവം തന്ന നന്മകൾ ദൈവമായി തീരാതെ, ആമീൻ, അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി,
അങ്ങോട്ട് പറ്റിയിരുന്നുകൊണ്ട് ജീവിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ സമയം ഈ മണിക്കൂറുകൾ അല്ല, ഈ മണിക്കൂറുകൾ രാത്രിയാകട്ടെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന പേർപ്പെട്ടവരുമേ അവിടെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തൂ. ഇടുക്കുവാതിലാണ്. എല്ലാവരും പോകത്തില്ല. വിശാലമായ വഴി കൂടെ കൊണ്ടുപോകുന്ന ബാഗും സൂട്ട് കേസും ഒക്കെ കൈ വെച്ചുകൊണ്ട് ഇടുക്കുവാതിലൂടെ പോകത്തില്ല. പാപത്തിൻ്റെ ശക്തികളിൽ ജീവിക്കുന്ന അന്തരീക്ഷങ്ങളിൽ പകുതി ഭക്തിയും പകുതി ആത്മീയവുമായി ജീവിക്കാനൊക്കത്തില്ല. ദൈവമേ, വായിന്ന് മണ്ണ് കളയുന്ന അന്തരീക്ഷം വരാതെ വിനയത്തോടെ ദൈവസേന വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താവേ, നിൻ്റെ വചനം സ്വർഗത്തിലും ദീർഘസ്ഥിരമായിരിക്കുന്നു. സത്യമുള്ള വചനത്തിൻ്റെ മോഹത്തെ താവേ ഞങ്ങൾ വിനയപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എല്ലാവരെയും വചനം കേട്ടവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കുവാതിലാണല്ലോ, ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കാൻ വിശാലമായ വഴി കുടപ്പാൻ ഒത്തിരി പേരുണ്ട്. ഇത് കുടപ്പാൻ കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേരിൽ ഒരുവൻ ഞാനാകണേ എന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക. ജീവിതങ്ങളെ സഹായിക്കണേ. പാപത്തിൻ്റെ ബാഗുകളും സൂട്ട് കേസുകളുമായിട്ട് ലോകത്തിൻ്റെ സന്തോഷങ്ങളും സ്നേഹങ്ങളുമായിട്ട് ഇതിൽ കൂടെ പോകത്തില്ലല്ലോ. അതുകൊണ്ട് അതിനെ വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ, ദൈവം പ്രസാദിക്കുന്ന ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവകൃപയുടെ കരങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവ് സഹായിക്കണം. പ്രത്യാശയുള്ള ദൈവജനത്തിനായി സ്തോത്രം. അവരെ നീ ഉറപ്പിക്കണം. ദൈവശക്തി കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയ്ക്കണം. ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് വഴി നടത്തണം. നന്മകളാൽ നിറയ്ക്കണം. സ്വർഗം മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. വഹിച്ചവൻ